നിലമ്പൂർ വനമേഖലയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 മാവോയിസ്റ്റുകൾ മരിച്ചു. പോലീസും മാവോയിസ്റ്റുകളും ഏറെ നേരം പരസ്പരം വെടിയുതിർത്തു. മാവോയിസ്റ്റുകൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കെ ടി സ്വാലി മലപ്പുറത്ത് നിന്ന്. സ്വാലി, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റ് വിശദാംശങ്ങൾ കൂടി. ധന്യ, ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. തണ്ടർ ബോൾട്ട് സംഘവുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. CPI മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ദേവരാജും അജിതയുമാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ മരിച്ചു എന്നാണ് IG സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം ഇപ്പോഴും കാട്ടിനകത്ത് തന്നെയാണുള്ളത്. ഇത് പുലർച്ചെ രാവിലെ മാത്രമായിരിക്കും തൊട്ടടുത്തുള്ള പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും 60 അംഗ സംഘം, തണ്ടർ ബോൾട്ടിൻ്റെ 60 അംഗ സംഘം ഇപ്പോഴും സ്ഥലത്ത് ഉണ്ട്. ഇന്ന് ഉച്ചയോടെ വരയൻപാറ എന്ന പ്രദേശത്ത് ഈ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ വളയുകയായിരുന്നു 60 അംഗ സംഘം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി ഇവരെ വളയുകയായിരുന്നു. ഇവർക്കിടയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു. എന്നാൽ സംഘം ചിതറിയോടി. ഇതിനിടെ നടന്ന വെടിവെപ്പിലാണ് 2 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. 2 പോലീസുകാർക്കും നിസ്സാര പരിക്കുകളുണ്ട് എന്ന് വിവരമുണ്ട്. ഇവരെയും ഇതുവരെ സംഭവ സ്ഥലത്ത് നിന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. 60 അംഗ തണ്ടർ ബോൾട്ട് സംഘം ഇപ്പോഴും കാട്ടിൽ തുടരുകയാണ്. ധന്യ. കെ ടി സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തിയ പ്രധാനിയാണ് നിലമ്പൂരിൽ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉപദേഷ്ടാവ് കെ വിജയകുമാർ. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നും പോലീസ് നന്നായി പ്രവർത്തിച്ചതായും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും പ്രതികരിച്ചു. കേരള, തമിഴ്നാട് ആൻഡ് കർണാടക ബോർഡറിൽ കുറച്ച് സമയമായിട്ട് ഇപ്പോൾ ഒരു ആക്ടിവിറ്റി റിവൈവ് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് 2011-12 മുതൽ തുടർന്നുകൊണ്ടാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് ഇപ്പോൾ ഇന്ന് ഇൻവോൾവ് ആയിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ് ആക്ഷൻ ആൻഡ് വെരി വെൽ വർക്ക്ഡ് ഔട്ട് ഇൻ്റലിജൻസ് ബേസ് ആയിരിക്കുന്ന തോന്നുന്നു. എനിക്ക് ഡീറ്റെയിൽസ് എൻ്റെ അടുത്തില്ല അപ്പോൾ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡെവലപ്മെൻറ്റ് ആസ് ഫാർ ദ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഈസ് കൺസേൺ. പോലീസിൻ്റെ ആൾക്കാർ വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ കേരളത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു ഓപ്പറേഷണൽ മോഡിൽ പോയി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ഈ അടുത്ത കാലത്തെ. സോ ഞങ്ങൾ ചെയ്തു, പിന്നെ അതുകൊണ്ട് നന്നായി. കേരള പീപ്പിൾ ടിവിയുടെ പ്രഥമ ഫീനിക്സ് അവാർഡുകൾ വിതരണം ചെയ്തു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി ജേതാക്കൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വൈക്കം വിജയലക്ഷ്മി, ശിഹാബുദ്ദീൻ, നെഹാഡി തമ്പാൻ എന്നിവർക്കാണ് ഫീനിക്സ് അവാർഡുകൾ സമ്മാനിച്ചത്. വ്യവസായി വർഗീസ് കുര്യന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അവാർഡ്ദാന ചടങ്ങ് എത്രത്തോളം വർണ്ണാഭമായ ചടങ്ങായിരുന്നു? വിശദാംശങ്ങൾ. തന്നെ അങ്ങേറ്റം പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനാണ് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം, വാണിജ്യ തലസ്ഥാനമായി കൊച്ചി സാക്ഷിയായത് എന്ന് പറയാം. ശാരീരിക വെല്ലുവിളികളെ ആത്മധൈര്യം കൊണ്ട് അതിജീവിച്ച് സമൂഹത്തിന് വെളിച്ചമായി മാറിയ 3 പേരെ കൈരളി ആദരിക്കുകയായിരുന്നു. 3 മേഖലകളിലായി 3 പ്രതിഭകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്നും അവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 3 വിഭാഗങ്ങളിലായി 3 പേർ അവാർഡ് ഏറ്റുവാങ്ങി. അതായത് പുരുഷന്മാരുടെ വിഭാഗത്തിൽ CP ഷിഹാബുദ്ദീൻ, വനിതകളുടെ വിഭാഗത്തിൽ വൈക്കം വിജയലക്ഷ്മി, കുട്ടികളുടെ വിഭാഗത്തിൽ നേഹാസി തമ്പാൻ തുടങ്ങിയവരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. കൈരളി TV MD ജോൺ വിട്ടാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ, ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പോലിത്ത, സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്വി, മേയർ സൗമിനി ജെയിൻ, ശ്രീ വർഗീസ് കുര്യൻ, ശ്രീമതി സുധാചന്ദ്രൻ, സൈമൺ ബ്രിട്ടോ, കൈരളി TV ഡയറക്ടർമാരായ A വിജയരാഘവൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ വേദി പോലെ തന്നെ സമ്പന്നമായിരുന്നു സദസ്സും എന്ന് പറയാം. ജസ്റ്റിസ് VK മോഹനൻ, സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ഉദയഭാനു, ഔഷധി ചെയർമാൻ AR വിശ്വംഭരൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സദസ്സിലും ഉണ്ടായിരുന്നു. വർണ്ണാഭമായ ഒരു ചടങ്ങിന് തന്നെയാണ് ഇന്ന് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഒരു ടെലിവിഷൻ ചാനൽ എന്ന നിലയിൽ കൈരളി പീപ്പിൾ ടിവിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് ഓരോ പുരസ്കാരങ്ങളും. 11 വർഷങ്ങൾക്ക് മുൻപ് അറ്റ്ലസ് കൈരളി സാഹിത്യ പുരസ്കാരത്തിൽ തുടങ്ങി ഫീനിക്സ് അവാർഡിൽ എത്തി നിൽക്കുന്ന കൈരളി പീപ്പിൾ ടിവിയുടെ പുരസ്കാര വിതരണ യാത്രയിലൂടെ താളുകളിൽ അക്ഷരം നിരത്തുന്ന വാർത്താ സംസ്കാരമോ കാഴ്ചക്കാരനു മുന്നിൽ ദൃശ്യങ്ങൾ നിരത്തുന്ന വിവരപാചകമോ അല്ല കൈരളിയുടെ ആത്മാവ്. ജനങ്ങൾക്കിടയിൽ രൂപം കൊള്ളുന്ന നൂതന ആശയങ്ങളെ സാംശീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് കൈരളി പീപ്പിൾ ടിവിയുടെ മാധ്യമ സംസ്കാരം. 2005 കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം അറ്റ്ലസ് കൈരളി സാഹിത്യ പുരസ്കാരത്തിൽ തുടങ്ങി വിധിയെ വെല്ലുവിളിച്ച് വിജയം നേടിയവർക്ക് നൽകുന്ന ഫീനിക്സ് അവാർഡിൽ എത്തി നിൽക്കുന്നു കൈരളി പീപ്പിൾ ടിവിയുടെ പുരസ്കാര വിതരണ യാത്ര. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും തിരസ്കൃതന്റെയും കണ്ണീർ തത്സമയം ജനങ്ങളിലെത്തിച്ച വലിയൊരു വാർത്താ പാരമ്പര്യമുള്ള കൈരളിയുടെ ഈ പുരസ്കാര സമർപ്പണത്തിന്റെ ഉദ്ദേശവും യാദൃച്ഛികമല്ല. അറ്റ്ലസ് കൈരളി സാഹിത്യ പുരസ്കാരത്തിലൂടെ കൈരളി ടിവി പുതിയ എഴുത്തുകാരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 2015 കൈരളി ടിവി യുവ സ്ത്രീ സംരംഭകർക്കായി ജ്വാല പുരസ്കാരം അവതരിപ്പിച്ചു. സംരംഭകത്വത്തിലൂടെ വെന്നിക്കൊടി പാറിച്ച 3 സ്ത്രീ സംരംഭകർ ജ്വാല പുരസ്കാരം ഏറ്റുവാങ്ങി. പൊതുരംഗത്ത് മികച്ച സേവനം നിർവഹിക്കുന്ന ഡോക്ടർമാർക്കായി കൈരളി പീപ്പിൾ ടിവി ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തി. ആതുര ശുശ്രൂഷ രംഗത്ത് ആത്മാർത്ഥത തെളിയിച്ചവർക്ക് അവാർഡ് നൽകി ആദരിച്ചത് കേരളത്തിന്റെ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. ക്യാൻസർ ചികിത്സാ രംഗത്തെ അതികായൻ ഡോക്ടർ ഗംഗാധരൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിലെ മാതൃകാ കർഷകരെയും കൈരളി പീപ്പിൾ ടിവി ആദരിച്ചു. കതിർ എന്ന പുരസ്കാരം നൽകി. മികച്ച ജൈവ കർഷകരെയും കൃഷിക്കാരിയെയും മികച്ച പരീക്ഷണാത്മക കർഷകനെയും കതിർ പുരസ്കാരം വഴി ആദരിച്ചു. സംരംഭക മേഖലയിൽ ഉണർവ് നൽകിയ മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് നൽകി ഇന്നോടെക് പുരസ്കാരം. വ്യാവസായിക രംഗത്ത് സ്വന്തം മേൽവിലാസം കുറിച്ച IT, നോൺ IT, സാമൂഹികോന്മുഖ സ്റ്റാർട്ടപ്പുകൾക്ക് കൈരളി പീപ്പിൾ ടിവി ഇന്നോടെക് പുരസ്കാരം നൽകി. ഏറ്റവും ഒടുവിൽ ശാരീരിക വെല്ലുവിളികളെ സ്വന്തം മനസ്സാന്നിധ്യം കൊണ്ട് കീഴടക്കി ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് വിജയശ്രീ ലാളിതരായവർക്കുള്ള ഫീനിക്സ് അവാർഡ്. പുരസ്കാരദാനങ്ങളെ കേവലം ചടങ്ങുകളാക്കാതെ വിശ്വമാനവികതയുടെ വാതിലുകൾ തുറക്കുന്ന ഒരു സമ്പൂർണ്ണ വാർത്താ സംസ്കാരത്തിന്റെ ഭാഗമാക്കുന്നു കൈരളി പീപ്പിൾ ടിവിയുടെ അവാർഡുകൾ. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമെന്ന ഔദ്യോഗിക മുദ്രയ്ക്ക് 10 മടങ്ങ് തിളക്കമേകുന്നു കൈരളി പീപ്പിൾ ടിവി നൽകുന്ന അംഗീകാരങ്ങൾ. ന്യൂസ് ഡെസ്ക്. വടക്കാഞ്ചേരി പീഡനക്കേസിലെ ഇരയുടെയും ഭർത്താവിന്റെയും പേര് വെളിപ്പെടുത്തി അനിൽ അക്കര MLA. തൃശൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അനിൽ അക്കര പേരുകൾ പലതവണ ആവർത്തിച്ചത്. അന്വേഷണ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് MLA ഇരയുടെ പേര് പരസ്യമാക്കിയത്. DCC പ്രസിഡന്റ് PA മാധവന്റെ നേതൃത്വത്തിൽ തൃശൂർ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അനിൽ അക്കര MLA പീഡനത്തിന് ഇരയായ വീട്ടമ്മയുടെ പേര് പരസ്യമാക്കിയത്. 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഇരയുടെയും ഭർത്താവിന്റെയും പേര് അനിൽ അക്കര നിരവധി തവണ ആവർത്തിച്ചു. കേസിൽ ആരോപണ വിധേയരായ കൌൺസിലർ ജയന്തൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് സംസാരിക്കവെയാണ് ആദ്യ തവണ MLA ഇരയുടെ പേര് പരസ്യപ്പെടുത്തിയത്. പരാതിക്കാരി പറയുന്നത് ജയന്തനും കൂട്ടാളികളും നഗ്നരായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കള്ള ഫോട്ടോ ഉണ്ടാക്കി ഫോണിലൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റിലിട്ടു എന്നാണ്. ഭർത്താവിന്റെ പേരും വെളിപ്പെടുത്തിയ അനിൽ അക്കര തുടർന്നും നിരവധി തവണ ഇത് ആവർത്തിച്ചു. അബദ്ധവശാൽ സംഭവിച്ചതല്ലെന്ന് തെളിയിക്കും വിധം ഇരയുടെ പേര് വീണ്ടും വീണ്ടും അനിൽ അക്കര വെളിപ്പെടുത്തി. ജയന്തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി ജയന്തന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സംഭവത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ K. രാധാകൃഷ്ണനെതിരായ നടപടികൾ വൈകിപ്പിക്കുന്നതായി MLA ആരോപിച്ചിരുന്നു. ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് MLA ഇരയുടെയും ഭർത്താവിന്റെയും പേര് പലവട്ടം വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 228A വകുപ്പ് പ്രകാരം MLAക്കെതിരെ കേസെടുക്കാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അസാധുവാക്കപ്പെട്ട നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള സമയപരിധി കഴിഞ്ഞു. നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കാം. അതേസമയം ഡിസംബർ 15 വരെ അത്യാവശ്യ സേവനങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. കൈവശമുള്ള പഴയ 500,000 നോട്ടുകൾ ഇനി ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. എന്നാൽ ചില നിയന്ത്രണങ്ങളോടുകൂടി ഡിസംബർ 15 വരെ അവശ്യ സേവനങ്ങൾക്ക് അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുപ്രകാരം വീട്ടുടമസ്ഥർക്ക് വൈദ്യുതി, വെള്ളക്കരം എന്നിവ അടയ്ക്കാൻ പഴയ നോട്ട് ഉപയോഗിക്കാം. എന്നാൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ ഇളവില്ല. കേന്ദ്ര, സംസ്ഥാന, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ ഫീസ് അടയ്ക്കാനും പഴയ നോട്ട് വഴി കഴിയും.
പെട്രോൾ പമ്പുകളിലും ഗാർഹിക ഗ്യാസ് ഏജൻസികളിലും ഡിസംബർ 15 വരെ അസാധു നോട്ടുകൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ദേശീയപാതകളിലെ ടോൾ പിരിവ് ഡിസംബർ 2 വരെ നിർത്തിവച്ചിരുന്നു. അതിനുശേഷം ഡിസംബർ 3 മുതൽ 15 വരെ ടോൾ പിരിവായും അസാധുവായ 500 രൂപ നോട്ടുകൾ നൽകാമെന്ന് ദേശീയ ഗതാഗത മന്ത്രാലയവും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കത്ത്. കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് സന്ദർശന അനുമതി നിഷേധിച്ചത് ആശ്ചര്യകരമാണെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തുന്ന മുഖ്യമന്ത്രി സഹകരണ ബാങ്കുകൾക്ക് കറൻസി പിൻവലിക്കാനുള്ള അവകാശം നൽകാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്നും കത്തിലൂടെ ആവശ്യപ്പെട്ടു. നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ബാങ്കുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നോട്ട് പിൻവലിച്ചതിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് തിങ്കളാഴ്ച LDF ഹർത്താൽ ആചരിക്കുന്നത്. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂറാണ് ഹർത്താൽ. ആശുപത്രി, പാൽ, പത്രം എന്നീ അവശ്യ സേവനങ്ങൾക്കൊപ്പം ബാങ്കുകളുടെ പ്രവർത്തനത്തെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിലും പ്രധാനമന്ത്രിയെ കാണാൻ അഖിലകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് പ്രത്യേക സമ്മേളനം ചേർന്ന് സംസ്ഥാന നിയമസഭ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനമറിയിക്കാൻ ഡൽഹിക്ക് പോകാനിരുന്ന സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി സന്ദർശനാനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിന് അനുമതി നിഷേധിച്ചത് എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണെന്നും LDF കൺവീനറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നോട്ട് പ്രതിസന്ധിയിൽ ഇടതു പാർട്ടികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂടിയാണ് ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ LDFന്റെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നു. സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് LDF കൺവീനർ വൈക്കം വിശ്വൻ നിർവഹിച്ചു. മോദിയുടെ ഏകാധിപത്യത്തിനെതിരെ കേരളം ശക്തമായി പ്രതികരിക്കണമെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. അതേസമയം സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ച പ്രധാനമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. നോട്ട് അസാധുവാക്കലിന്റെ മറവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ രാപ്പകൽ സമരം നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ പഞ്ചായത്ത് ഓഫീസുകൾ, മുനിസിപ്പാലിറ്റികൾ, തെരഞ്ഞെടുത്ത സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് മുന്നിലായാണ് രാപ്പകൽ സമരം. വിവിധ സർവീസ് സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരും സഹകാരികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാപ്പകൽ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കടകംപള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ LDF കൺവീനർ വൈക്കം വിശ്വൻ നിർവഹിച്ചു. സാമൂഹ്യ ജീവിതത്തിൽ ആകെ തകർത്തെറിഞ്ഞ് ഇളകിയാടുന്ന ആ ഭീകരതയ്ക്കെതിരായി മനുഷ്യൻ ഫാസിസം എന്ന പേരിൽ അറിയപ്പെടുന്ന മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും മനുഷ്യമാംസം തിന്നുന്ന ഒരു പ്രത്യേകത ഉയർത്തിക്കൊണ്ടുവന്ന ആ കാലഘട്ടത്തെ അനുകരിക്കണമെന്ന് വാദിച്ചുറപ്പിച്ച് രംഗത്ത് വന്ന് അതിൻ്റെ അരുമ ശിഷ്യനായി പെരുമാറാൻ ശ്രമിക്കുന്ന ആ മോഡിക്കെതിരായി, ആ മോഡിയുടെ അഹന്തയ്ക്കെതിരായി, ഏകാധിപത്യത്തിനെതിരായി, സ്വേച്ഛാധിപത്യത്തിന്റെ ഭീകരതയിലോട്ട് നീങ്ങാനുള്ള നീക്കങ്ങൾക്കെതിരായി ശക്തിയായി പ്രതികരിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കരിദിനമായി കൂടി ആചരിക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യകേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിൽ നൂറുകണക്കിന് LDF പ്രവർത്തകരും സഹകാരികളുമാണ് അണിനിരന്നിരിക്കുന്നത്. സഹകരണ മേഖലയെ തകർത്ത ന്യൂ ജനറേഷൻ ബാങ്കുകളെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് ഇപ്പോൾ പ്രകടമാകുന്നതെന്ന് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളും ചൂണ്ടിക്കാട്ടി. മലബാർ മേഖലയിലും രാവിലെ 10 മണി മുതൽ തന്നെ രാപ്പകൽ സമരത്തിന് തുടക്കമായി. പഞ്ചായത്ത്, മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്ന രാപ്പകൽ സമരത്തിൽ നിരവധി ആളുകളാണ് പങ്കാളികളായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച LDF സംസ്ഥാനത്ത് ഇന്ന് കരിദിനവും ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 10 ആരംഭിച്ച രാപ്പകൽ സമരം നാളെ രാവിലെ 10 സമാപിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധം. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് മാർച്ചിൽ 10,000-കണക്കിന് കർഷകർ പങ്കെടുത്തു. കാശ്മീർ, കൊൽക്കത്ത, കന്യാകുമാരി ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്.
കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ നിന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് പാക്കേജ് അനുവദിച്ചതുപോലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുവാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാരിന്ന് റബ്ബറിന്റെ വിലയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഭക്ഷ്യവിളകൾ, മത്സ്യബന്ധനം, റബ്ബർ എന്നിങ്ങനെ സമസ്ത കാർഷിക മേഖലകളോടും കേന്ദ്ര സർക്കാർ പുലർത്തുന്ന കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും വൻ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. 10,000-കണക്കിന് കർഷകർ രാംലീല മൈതാനം മുതൽ പാർലമെന്റ് സ്ട്രീറ്റ് വരെ പ്രതിഷേധ മാർച്ച് നടത്തി. നവംബർ 10-ന് കന്യാകുമാരിയിൽ നിന്നാണ് പ്രതിഷേധ ജാഥ തുടങ്ങിയത്. ഭൂരഹിതർക്ക് ഉടൻ ഭൂമി അനുവദിക്കുക, ചെറുകിട ഇടത്തര കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, കർഷകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക, ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ അനുവദിക്കുക എന്നിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജമ്മു, കൊൽക്കത്ത, കന്യാകുമാരി ഉൾപ്പെടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കാർഷിക മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് വഴിയൊരുക്കിയും വിള ഇൻഷുറൻസ് സ്വകാര്യവൽക്കരിച്ചതിനും പിന്നാലെ നോട്ട് പിൻവലിക്കൽ പ്രതിസന്ധിയും കർഷകർക്ക് വിത്തിറക്കുന്നതിനും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വൻ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ TV എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 16ാമത് എഡിഷന് കൊച്ചിയിൽ തുടക്കമായി. കൊച്ചി മേയർ സൗമിനി ജെയിൻ മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം MLA ഹൈബി ഈഡൻ, CA പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL ചെയർമാൻ M. അബൂബക്കർ സിദ്ദീഖ്, മെഗാ കേബിൾ ഫെസ്റ്റ് ജനറൽ കൺവീനർ NE ഹരികുമാർ, ചെയർമാൻ K. ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാരും ഇന്ത്യൻ വിദേശ ടെക്നോളജി കമ്പനികളും ട്രേഡർമാരും എക്സിബിഷനിൽ പങ്കെടുക്കും. ന്യൂ ജനറേഷൻ കേബിൾ TV, ബ്രോഡ്ബാൻഡ്, ബ്രോഡ്കാസ്റ്റ് മേഖലയിലെ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും 100 സ്റ്റാളുകളിലായി പ്രദർശിപ്പിക്കും. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എക്സിബിഷൻ 26-ന് സമാപിക്കും.